ശ്രീ ഗുരുവായൂർ ക്ഷേത്രം കേരള സംസ്ഥാനത്ത് തൃശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിലാണ് ദക്ഷിണേന്ത്യയിലെ വിഷ്ണു ക്ഷേത്രങ്ങളിൽ പ്രഥമ ഗണനീയ സ്ഥാനത്തുള്ളവയിൽ ഒന്നായ ശ്രീ ഗുരുവായൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് ഇവിടം വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ്. ഗുരുവും വായുവും ചേർന്ന പ്രതിഷ്ഠ നടത്തിയ സ്ഥലമായ ഗുരുവായൂപുരം കാലക്രമത്തിൽ ഗുരുവായൂരായി രൂപാന്തരപ്പെട്ടു. ജ്ഞാനപ്പാനയുടെ കർത്താവായ പൂന്താനം, നാരായണീയത്തിന്റെ കർത്താവായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി, കുറൂരമ്മ, മഞ്ജുള വാരസിയാർ, കൃഷ്ണനാട്ടം കലാരൂപത്തിന്റെ ഉപജ്ഞാതാവായ ശ്രീ മാനവേദൻ രാജ എന്ന സാമൂതിരി രാജാവ്, ചേലപ്പറമ്പ് നമ്പൂതിരി, വില്ലുമംഗലം സ്വാമിയാർ, ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ തുടങ്ങിയ ശ്രീകൃഷ്ണ ഭക്തർ ഈ മഹാക്ഷേത്രവുമായി ബന്ധപ്പെട്ട മഹത് വ്യക്തിത്വങ്ങളാണ്. എല്ലാ ദിവസവും അത്താഴ പൂജയ്ക്ക് മഞ്ജുള മാല കെട്ടി ഗുരുവായൂരപ്പന് സമർപ്പിക്കുമായിരുന്നു. ഒരു ദിവസം മാലയുമായി എത്തിയപ്പോൾ പൂജ കഴിഞ്ഞ് നട അടച്ചതിനാൽ മഞ്ജുള കുറ്റബോധത്തോടെ ഗുരുവായൂരപ്പനെ വിളിച്ച് കരയാൻ തുടങ്ങി. ഇത് കണ്ട പൂന്താനം അവരോട് വിഷമിക്കേണ്ടെന്നും ആ മാല കിഴക്കേ നടയുടെ കിഴക്കേ ഭാഗത്തെ അരയാൽ ചുവട്ടിലുള്ള കല്ലിൽ ഭഗവാനെ വിചാരിച്ചുകൊണ്ട് ചാർത്തിയാൽ മതിയെന്നും ഗുരുവായൂരപ്പൻ സ്വീകരിച്ചു കൊള്ളുമെന്നും പറഞ്ഞ് സമാധാനിപ്പിച്ചു. അപ്രകാരം ഗുരുവായൂരപ്പനെ ഭക്ത്യാദരപൂർവ്വം മനസ്സിൽ ധ്യാനിച്ച് മാല ചാർത്തിയ ശേഷം വീട്ടിലേക്ക് മടങ്ങി. അടുത്ത ദിവസം മഞ്ജുള ചാർത്തിയ മാല കൃഷ്ണ വിഗ്രഹത്തിൽ കാണപ്പെട്ടു. അന്നു മുതൽ മഞ്ജുള മാല ചാർത്തിയ കല്ലിനടുത്തുള്ള ആൽ മഞ്ജുളാൽ എന്നറിയപ്പെട്ടു. ഇന്ന് പഴയ ആലിന്റെ സ്ഥാനത്ത് പുതിയ ആലും ആൽത്തറയും ഒരു ദീപസ്തംഭവുമുണ്ട്. ഒരിക്കൽ അനാഥനായ ഒരു ബ്രാഹ്മണ ബാലൻ വിഷ്ണു സഹസ്രനാമം ചൊല്ലിയപ്പോൾ പത്മനാഭ അമരപ്രഭോ എന്നതിന് പകരം പത്മനാഭ മരപ്രഭോ എന്ന് ചൊല്ലുവാനിടയായി. ഇത് പറഞ്ഞ് ആ കുട്ടിയെ പരിഹസിച്ചപ്പോൾ ശ്രീകോവിലിനുള്ളിൽ നിന്നും അമരപ്രഭുവും മരപ്രഭുവും എല്ലാം ഞാൻ തന്നെയെന്ന് അശരീരിയുണ്ടായി. ഇതിൽ സൂചിപ്പിച്ച മരപ്രഭുവിനെ അനുസ്മരിച്ച് ഒരു ശില്പം ഗുരുവായൂർ തെക്കേ നടയിലുള്ള ശ്രീവത്സം ഗസ്റ്റ് ഹൗസ് വളപ്പിൽ കേശവന്റെ പ്രതിമയ്ക്ക് സമീപമായി സ്ഥാപിച്ചിട്ടുണ്ട്. ശങ്കരാചാര്യരും ഗുരുവായൂർ ക്ഷേത്രവുമായി അഭേദ്യ ബന്ധമുണ്ട്. അദ്ദേഹം നിർദ്ദേശിച്ച പ്രകാരമുള്ള പൂജാക്രമങ്ങളാണ് ഇപ്പോഴും പിന്തുടരുന്നത്. ഓരോ ക്ഷേത്രത്തിലും പൂജാതി കർമ്മങ്ങളെ പറ്റിയുള്ള പൂർണ്ണമായ അധികാരം അതത് ക്ഷേത്രത്തിലെ തന്ത്രിമാർക്കാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ തന്ത്രിസ്ഥാനം പുരാതനമായി പുലിയന്നൂർ മനക്കൽക്കാർക്കായിരുന്നു. 13-ാം നൂറ്റാണ്ടിൽ ക്ഷേത്രഭരണം സാമൂതിരിയുടെ കീഴിൽ വന്നപ്പോൾ പുലിയന്നൂർ മനക്കാർ ഗുരുവായൂർ വരുവാൻ മടികാട്ടുകയും സാമൂതിരി ചേന്നാസ് മനക്കലേക്ക് തന്ത്രിസ്ഥാനം നൽകുകയും ഉണ്ടായി. കുംഭമാസത്തിലെ മകന്നാളിൽ പുലിയന്നൂർ മനക്കലെ നമ്പൂതിരിപ്പാടിനെ വിളിച്ചു വരുത്തി പ്രായശ്ചിത്തമായി ഒരു പശുവിനെ ദാനം ചെയ്യുന്ന ചടങ്ങ് ഇന്നും നടന്നു വരുന്നു. തന്ത്രിയുടെ അസാന്നിധ്യത്തിൽ താന്ത്രിക കാര്യങ്ങൾ നിർവഹിക്കാനുള്ള അവകാശം വേദപണ്ഡിതരും വൈദിക കർമ്മങ്ങൾ ചെയ്യുന്നവരുമായ ഓദിക്കന്മാർക്കാണ്. ഇവർക്ക് ശ്രീ ശങ്കരാചാര്യരിൽ നിന്നും പൂജാക്രമങ്ങളുടെ ഉപദേശം സിദ്ധിച്ചിരുന്നു. തന്ത്രസമുച്ചയം എന്ന ഗ്രന്ഥപ്രകാരം ക്ഷേത്ര ചൈതന്യ വർധനവിന് 5 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. തന്ത്രിയുടെയും ശാന്തിക്കാരന്റെയും തപശക്തി, വേദമന്ത്രജപം, ചിട്ടയോടുകൂടിയ നിത്യനിദാന കർമാനുഷ്ഠാനങ്ങൾ, ഉത്സവം, അന്നദാനം എന്നിവ കൃത്യമായി പരിപാലിക്കുന്ന ക്ഷേത്രങ്ങളിൽ ദേവചൈതന്യം ഉയർന്ന നിലയിലായിരിക്കും. അത് വേണ്ടുവോളമുള്ള മഹാക്ഷേത്രമാണ് ഗുരുവായൂർ. പൂജാതി കർമ്മങ്ങളിലുള്ള പരിജ്ഞാനവും പാണ്ഡിത്യവും അഭിമുഖം നടത്തി തിരഞ്ഞെടുക്കുന്നവരുടെ പേരുകളിൽ നിന്നും ഭഗവാന്റെ മുന്നിൽ വെച്ച് നടത്തുന്ന നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയെയാണ് മേശാന്തിയായി 6 മാസ കാലാവധിയിൽ നിയമിക്കുന്നത്. ഈ കാലയളവിൽ ഗോപുരം വിട്ട് പുറത്തേക്ക് പോകാൻ പാടില്ലാത്തതിനാൽ പുറപ്പെടാശാന്തി എന്ന് പറയുന്നു. കുളപ്പുര മാളികയിലാണ് മേശാന്തിയുടെ താമസം. ഉഷപൂജ, എതിർത്ത പൂജ,
പന്തീരടി പൂജ, ഉച്ചപൂജ, അത്താഴപൂജ എന്നിവയിൽ 4 നടത്തുന്നത് മേശാന്തിയും പന്തീരടി പൂജ ഓതിക്കോനും നടത്തുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ സാധാരണ ദിവസങ്ങളിൽ പ്രധാനമായുള്ള 12 ചടങ്ങുകളെ 12 ദർശനങ്ങൾ എന്ന് പറയുന്നു. 3 മണിക്ക് ശ്രീകോവിൽ നട തുറന്ന് ശ്രീ ഗുരുവായൂരപ്പനെ തലേ ദിവസം രാത്രിയിലെ അത്താഴ പൂജ കഴിഞ്ഞ് നട അടയ്ക്കുമ്പോഴുള്ള അലങ്കാരങ്ങളോടുകൂടി ദർശിക്കുന്നതാണ് നിർമാല്യ ദർശനം. രാത്രി ദേവന്മാർ വന്ന് ഭഗവാനെ പൂജിക്കുന്നു എന്ന വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നിർമാല്യം തൊഴലിന് അത്രയും പുണ്യം കൽപ്പിക്കപ്പെടുന്നത്. നിർമാല്യ ദർശനം കഴിഞ്ഞാൽ വാകച്ചാർത്തായി. വിഗ്രഹത്തിലുള്ള മാലകളെല്ലാം മാറ്റി വിഗ്രഹം ശുദ്ധജലം കൊണ്ട് കഴുകിയ ശേഷം എള്ളാട്ടിയ ശുദ്ധമായ എണ്ണ കൊണ്ട് തൈലാഭിഷേകം നടത്തുന്നു. വിഗ്രഹത്തിൽ നിന്നും ഒഴുകി വരുന്ന എണ്ണയ്ക്ക് ഔഷധ വീര്യത്തിന് പുറമെ ദൈവിക മഹാത്മ്യവും ഉണ്ട്. ഇതിനെയാണ് ആടിയ എണ്ണ എന്ന് പറയുന്നത്. എണ്ണ പൂർണ്ണമായും തുടച്ചു മാറ്റിയ വിഗ്രഹത്തിൽ ശുദ്ധമായ വാകപ്പൊടി തൂവുന്നു. തുടർന്ന് വാകപ്പൊടി തുടച്ചു മാറ്റി ശംഖാഭിഷേകം, പുണ്യാഹ സപ്തശുദ്ധി, പുരുഷ സൂക്താഭിഷേകം എന്നിവ നടത്തി പൂവും ചന്ദനവും ചാർത്തുന്നു. അഭിഷേകത്തിന് ശേഷമുള്ള ചടങ്ങാണ് മലർ നിവേദ്യം. മലർ, ശുദ്ധമായ ശർക്കര, കദളിപ്പഴം, ത്രിമധുരം എന്നിവയാണ് നിവേദ്യ വസ്തുക്കൾ. അതിനുശേഷം അലങ്കാരങ്ങൾ ചാർത്തി മൂർത്തിപൂജ, മുഖപൂജ, നിവേദ്യം എന്നിവയ്ക്ക് ശേഷം പ്രസന്ന പൂജയ്ക്ക് അഥവാ ഉഷപൂജയ്ക്ക് നട അടയ്ക്കുന്നു. സൂര്യോദയത്തിൽ നടക്കുന്ന പൂജയാണ് എതിർത്ത് പൂജ. ഉദയസൂര്യന് അഭിമുഖമായുള്ള വിഗ്രഹത്തിൽ നടത്തുന്ന പൂജയായതിനാലാണ് ഈ പൂജയെ എതിർത്ത് പൂജ എന്ന് പറയുന്നത്. ഇതോടൊപ്പം തിടപ്പള്ളിയിൽ ഗണപതി ഹോമവും കീഴ്ശാന്തിക്കാർ അതാത് ശ്രീകോവിലുകളിൽ ഉപദേവതമാർക്കുള്ള പൂജയും നടത്തുന്നു. ശാസ്താവിനും ഗണപതിക്കും വെള്ള നിവേദ്യവും മലർ, ശർക്കര, കദളിപ്പഴം, ത്രിമധുരം എന്നിവയും ഭഗവതിക്ക് അഴലുമാണ് നിവേദ്യം. ഗുരുവായൂരപ്പന് നെയ്പായസമാണ് പ്രധാന നിവേദ്യം. എതിർത്ത് പൂജ കഴിഞ്ഞ് നട തുറന്നാൽ അധികം താമസിയാതെ ശ്രീഭൂതബലിയായി. ഭൂതഗണങ്ങൾക്കും അഷ്ടദിക്പാലകന്മാർക്കും നിവേദ്യം സമർപ്പിക്കുന്നതാണ് ശ്രീഭൂതബലി. ഇതിനായി കീഴ്ശാന്തി ഭഗവാന്റെ ഉത്സവത്തിടമ്പ് പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നു. ജലഗന്ധ ചന്ദന പുഷ്പാദികളുമായി മേശാന്തിയും തൂവാനുള്ള ഹവിസുമായി കീഴ്ശാന്തിയും നടക്കുന്നു. നാലമ്പലത്തിനുള്ളിൽ തൂവിക്കഴിഞ്ഞാൽ കീഴ്ശാന്തി ഭഗവാന്റെ തിടമ്പുമായി പുറത്തേക്ക് കടന്ന് ആനപ്പുറത്ത് കയറും. ആനയുടെ മുന്നിലായി വാര്യന്മാർ അടക്കമുള്ള അമ്പലവാസികൾ ഭഗവാന് മുന്നിൽ ചെറിയ കുത്തുവിളക്കുകൾ പിടിച്ചിരിക്കും. വാദ്യഘോഷങ്ങളുടെയും നാമഘോഷം മുഴക്കുന്ന ഭക്തജനങ്ങളുടെയും അകമ്പടിയോടെ ഭഗവാന്റെ എഴുന്നള്ളത്ത് പ്രദക്ഷിണം വയ്ക്കുന്നു. ആദ്യത്തെ പ്രദക്ഷിണത്തിന് തൊട്ടുമുന്നിലായി ശ്രീഭൂതബലി തൂവിക്കഴിഞ്ഞ മേൽശാന്തി നാലമ്പലത്തിനകത്തേക്ക് പോകുന്നു. പിന്നീട് എഴുന്നള്ളത്ത് 2 പ്രദക്ഷിണം കൂടി വെക്കുന്നു. മൂന്നാമത്തെ പ്രദക്ഷിണത്തിന് മേളമാണ് ആദ്യം. അത് കഴിഞ്ഞാൽ കീഴ്ശാന്തി തിടമ്പ് ആനപ്പുറത്ത് നിന്ന് ഇറക്കി ശ്രീകോവിലിനുള്ളിലേക്ക് തിരിച്ചെഴുന്നള്ളിക്കുന്നു. കാലത്തെ ശീവേലിക്ക് ശേഷം നടത്തുന്ന ചടങ്ങാണ് നവകാഭിഷേകം. അകത്തെ കിണറ്റിൽ നിന്നെടുത്ത ശുദ്ധജലം കൊണ്ട് 9 അക്ഷരമുള്ള നവകമന്ത്രം ജപിച്ചുകൊണ്ട് നടത്തുന്ന അഭിഷേകമാണ് നവകാഭിഷേകം. ഇളനീർ, പാൽ എന്നീ അഭിഷേകത്തിന് ശേഷം വെള്ളിക്കുംഭത്തിൽ തീർത്ഥജലം നിറച്ച് അഭിഷേകം നടത്തുന്നു. പിന്നീടുള്ള ചടങ്ങാണ് ചന്ദനം ചാർത്തൽ. ഇടത് കൈയിൽ ഓടക്കുഴൽ പിടിച്ച ഉണ്ണികൃഷ്ണന്റെ രൂപത്തിലാണ് വിഗ്രഹം അലങ്കരിക്കുന്നത്. രാവിലെ ഉദ്ദേശം 8:45 നടത്തുന്ന പൂജയാണ് പന്തീരടി പൂജ. സ്വന്തം നിഴൽ അളന്നാൽ കാലടിക്ക് 12 അടിയുള്ള സമയമാണ് പന്തീരടി എന്ന സമയം. ഈ സമയത്ത് നടത്തുന്ന പൂജയായതിനാലാണ് പന്തീരടി പൂജ എന്ന് പറയുന്നത്. തന്ത്രിയോ ഓദിക്കന്മാരിൽ ഒരാളോ ആണ് ഈ പൂജ നടത്തുന്നത്. അത് കഴിഞ്ഞാൽ ദർശനത്തിന് 2 മണിക്കൂറോളം സമയം ലഭിക്കുന്നു. ഇതിനു ശേഷമാണ് ഉച്ചപൂജ. ഈ പൂജയ്ക്ക് നടയടയ്ക്കുമ്പോൾ ശ്രീകോവിലിന് പുറത്ത് നാലമ്പലത്തിനുള്ളിൽ മേളവും നാലമ്പലത്തിന് പുറത്ത് നാദസ്വരവും ഉണ്ടാകും. ഉച്ചപൂജ നിവേദ്യ സമയത്ത്
വേദപണ്ഡിതനായ ഒരു ശ്രേഷ്ഠ ബ്രാഹ്മണനെ ഗുരുവായൂരപ്പന്റെ പ്രതിനിധിയായി സങ്കല്പിച്ച് തിടപ്പള്ളിയിൽ ഇരുത്തി ഊട്ടുന്ന പതിവുണ്ട്. നിവേദ്യവും പൂജയും കഴിഞ്ഞ് എല്ലാ ഭക്തന്മാരെയും ദർശനത്തിനായി അനുവദിക്കുന്നു. അതിനുശേഷം നട അടയ്ക്കുന്നു. വൈകിട്ട് 4:30 നട തുറക്കുന്നത്. വിശേഷ ദിവസങ്ങളിൽ 1 മണിക്കൂർ മുൻപേ നട തുറക്കുന്നു. ഇതിനു ശേഷമാണ് ഉച്ച ശീവേലി അഥവാ കാഴ്ച ശീവേലി. രാവിലത്തെ ശീവേലി പോലെ തന്നെയാണ് ഇതിന്റെയും ചടങ്ങുകൾ. വൈകുന്നേരത്തെ സൂര്യരശ്മി കൊണ്ട് ഈ കാഴ്ചകൾ അതിമനോഹരമായി കാണുന്നതിനാലാണ് ഈ ശീവേലിയെ കാഴ്ച ശീവേലി എന്ന് പറയുന്നത്. ഈ ശീവേലിക്കും നാമജപത്തോടെ ഭക്തജനങ്ങൾ ഭഗവാനെ അകമ്പടി സേവിക്കുന്നു. ഇതിനുശേഷം ദീപാരാധന വരെ ദർശന സമയമാണ്. സന്ധ്യാസമയത്ത് നടക്കുന്ന ഭക്തി നിർഭരമായ ചടങ്ങാണ് ദീപാരാധന. നാലമ്പലത്തിനുള്ളിലും പുറത്തുമുള്ള വരിവിളക്കുകളും ദീപസ്തംഭങ്ങളും പ്രകാശപൂരിതമാക്കുന്നു. ദീപാരാധനയ്ക്ക് നടയടച്ച് തുറക്കുന്നത് വരെ മണ്ഡപത്തിനടുത്ത് നിന്ന് ഇടയ്ക്ക വായിച്ച് അഷ്ടപതി പാടുന്നു. ദീപാരാധനയ്ക്ക് ശേഷം നടക്കുന്ന പൂജയാണ് അത്താഴ പൂജ. അത്താഴ പൂജ കഴിഞ്ഞാൽ അത്താഴ ശീവേലി അഥവാ വിളക്കിന് എഴുന്നള്ളിക്കുന്നു. ഇതോടെ 12 ദർശനങ്ങൾ കഴിഞ്ഞു. രാത്രി ശീവേലി കഴിഞ്ഞ് അകത്തേക്ക് എഴുന്നള്ളിച്ചു കഴിഞ്ഞാൽ തൃപ്പുക എന്നൊരു ചടങ്ങുണ്ട്. ചന്ദനം, അകിൽ, ഗുൽഗുലു തുടങ്ങിയ സുഗന്ധ വസ്തുക്കളുടെ പൊടികൾ പുകയ്ക്കുന്നു. ഈ പുക ഏൽക്കുന്നത് രോഗശാന്തിക്കും ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. ദിനം പ്രതിയുള്ള ചടങ്ങുകളിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഓലവായന. ശ്രീകോവിലിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള നൃത്ത അറയുടെ മുന്നിൽ വെച്ച് നിയുക്ത പത്തുകാരൻ വാര്യർ അതത് ദിവസത്തെ വരവ് ചെലവ് കണക്കുകൾ അടങ്ങുന്ന ഓല ഗുരുവായൂരപ്പനെ വായിച്ച് കേൾപ്പിച്ച ശേഷം തൃപ്പടിയിൽ സമർപ്പിക്കുന്ന ചടങ്ങാണ് ഓലവായന. ഒരു വർഷത്തിൽ 24 ഏകാദശിയും അതിവർഷത്തിലെ 2 ഏകാദശിയും ഇവിടെ ആഘോഷിക്കപ്പെടുന്നു. നരകയാതനയിൽ നിന്നും മോചനം ലഭിക്കുവാൻ വിഷ്ണു ഭഗവാൻ നിർദ്ദേശിച്ച ഉപായമാണ് ഏകാദശി വ്രതം. ഗുരുവായൂർ ഏകാദശി ദിവസമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഗീതോപദേശം നടത്തിയത്. ഏകാദശിയോടനുബന്ധിച്ച് കർണാടക സംഗീത കുലപതിയും കൃഷ്ണഭക്തനുമായ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സ്മരണയ്ക്കായി എല്ലാ വർഷവും ചെമ്പൈ സംഗീതോത്സവം നടത്തി വരുന്നു. ഉത്സവാരംഭത്തിന്റെ കൊടിയേറ്റം കഴിഞ്ഞാൽ അന്ന് വൈകിട്ട് 3 മണിയോടെ ആനയോട്ടം എന്ന ചടങ്ങ് നടക്കുന്നു. കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിന് മുന്നിൽ നിന്നും കിഴക്കേ ഗോപുരത്തിൽ കൂടി അകത്ത് പ്രവേശിച്ച് മതിൽക്കെട്ടിനുള്ളിൽ 3 പ്രദക്ഷിണം വെച്ച് ആദ്യമായി കൊടിമരം തൊടുന്ന ആനയാണ് വിജയി. ഉത്സവ നാളുകളിൽ ശീവേലിക്കും വിളക്കുകൾക്കും തിടമ്പേറ്റുന്നത് ഈ ആനപ്പുറത്താണ്. കൊടിയേറി 10ാം ദിവസം രാത്രിയാണ് ആറാട്ട്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മദിനമായ അഷ്ടമിരോഹിണി വളരെ വിപുലമായി ഇവിടെ കൊണ്ടാടപ്പെടുന്നു. അതുപോലെ നവരാത്രി ആഘോഷം, മണ്ഡലകാലം, നാരായണീയ ദിനം, കുചേല ദിനം, പൂന്താന ദിനം, വിഷു, വൈശാഖമാസം എന്നിവയും വിപുലമായി ആഘോഷിക്കപ്പെടുന്നു. ആദ്യമായി കൊയ്തെടുത്ത നെൽക്കതിരുകൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്ന ചടങ്ങാണ് ഇല്ലം നിറയും പുത്തരിയും. ശ്രീ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളും ഗുരുവായൂരപ്പന്റെ കരുണയ്ക്ക് പാത്രീഭൂതരായ ഭക്തന്മാരുടെ അനുഭവ കഥകളും ഒട്ടനവധിയുണ്ട്. മനസ്സു നിറഞ്ഞ് ആത്മാർത്ഥമായി എന്റെ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുമ്പോൾ ഓടിയെത്തി ഏവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ.